ആലുവ റെയിൽവേ സ്റ്റേഷനിനടുത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു വീടാണോ നിങ്ങൾ തേടുന്നത്? എങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വീടുമായിട്ടാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 3 BHK വീട്. ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലും സൗത്ത് സൈഡിലും 3.5 മീറ്റർ റോഡാണ് വരുന്നത്. ഇവിടെ ഗേറ്റിന് 4 മീറ്റർ ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് സൈഡിലാണ്. 30 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഭാഗത്തിന് ഉള്ളത്. ഇവിടെയായിട്ട് 2 കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഏരിയയാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സും ഇന്റർലോക്ക് കട്ടകളുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടിയിലേറെ നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. പടിഞ്ഞാറ് ദർശനമായുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഇവിടെ ലിവിംഗ് റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് റൂമിന് ഉള്ളത്. വൈറ്റ് കളർ ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ലിവിങ്ങിൻ്റെ ഈ ഒരു വാൾ 3D വാൾ പേപ്പർ കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. 10.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിങ്ങിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റെയറിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാനലിംഗ് വർക്ക് കാണാം. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. 10.5 അടിയിലേറെ നീളവും 7.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. വൈറ്റ് കളർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 8.5 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സ്പേസാണ് അപ്പർ ലിവിങ്ങിനുള്ളത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു വാൾ 3D വാൾപേപ്പർ കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 13.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. 2.5 അടിയിലേറെ വിഡ്ത്തുള്ള ഈ ബാൽക്കണി ഈ ഒരു സൈഡിൽ നിന്ന് സൗത്ത് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ ഇവിടെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 62 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.